മധുസാറിൻ്റെ നായികമാർ തീർച്ചയായും പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ട്. പക്ഷേ പുതിയ തലമുറയിലെ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം കുറേ പേരുടെ പേരുകൾ ഒന്ന് ചുരുക്കി പറയാം. KR വിജയ, ഷീല, ശാരദ, ജയഭാരതി, ദിവംഗതയായ ശ്രീവിദ്യ, വിധുബാല, ലക്ഷ്മി, കനകദുർഗ, ശുഭ, സീമ, അംബിക, വിജയശ്രീ, സുഭാഷിണി, ദേവിക, ഷീനത്ത്, കവിയൂർ പൊന്നമ്മ, സുകുമാരി, ഇങ്ങനെ പോകുന്നു. അതിൽ തീർച്ചയായും മധുസാറിൻ്റെ കൂടെ നിരവധി ചിത്രങ്ങളിൽ മികവുറ്റ നായികാവേഷം കൈകാര്യം ചെയ്ത ശ്രീവിദ്യയുടെ തിരോധാനം, അങ്ങനെ പ്രിയങ്കരരായ പലരുടെയും തിരോധാനം, സത്യമ്മ, നസീർ. ഒരു ഘട്ടത്തിൽ ഈയിടെ മധുസാർ പറഞ്ഞതായി വായിച്ചിട്ടുണ്ട്, എനിക്ക് ശേഷം ജീവിതം തുടങ്ങിയവർ പോലും അകന്നുപോയി. കാലഭേദങ്ങളിലുള്ള ഇത്തരം ദുഃഖങ്ങൾ എത്രത്തോളം അങ്ങേ മഥിക്കുന്നു? അത് കൂടുതൽ വിഷമം തോന്നുന്നത് നമ്മൾ TV കാണുമ്പോഴാണ്. പഴയ സിനിമകൾ കാണുമ്പോൾ ഈ കഥയിലോട്ട് പോകുന്നതിന് വരെ ഇവരുമായിട്ടുള്ള ഈ സിനിമയ്ക്ക് പുറത്തുള്ള കാര്യങ്ങളാണ് മനസ്സിൽ ഓർമ്മ വരുന്നത്. അപ്പോൾ ഈ കഥയുടെ തന്ത്രിയൊക്കെ പൊട്ടിപ്പോകും. അതെ. അപ്പോൾ കാണുമ്പോൾ സത്യൻ സാറിനെയും നസീറിനെയൊക്കെ കാണുമ്പോൾ ഒന്നുമില്ലെങ്കിൽ എൻ്റെ എൽഡേഴ്സ് ആണല്ലോ. അതെ. അച്ഛൻ പോയി, അമ്മ പോയി, അമ്മൂമ്മ പോയി, അതൊക്കെ നമ്മൾ ഒരു ഇത് വെച്ച് കൂടെ ഭക്തിപൂർവ്വം അവരെയൊക്കെ ഓർക്കണം. അതുപോലെ സത്യൻ സാറിനും നസീറിനൊക്കെ അങ്ങനെ നമുക്ക് ഓർക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ബാക്കിയെല്ലാം എൻ്റെ പിന്നീട് വന്ന ആൾക്കാരാണ്. വളരെ ക്ലോസായിട്ട് എന്നെ ഒരു ചേട്ടനെ പോലെ സ്നേഹിച്ചവരാണ്. ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെക്കാളും കൂടുതൽ ഈ നേരത്തെ പറഞ്ഞ പോയിൻ്റ് ഉണ്ടല്ലോ, അതിനേക്കാളും കൂടുതൽ ഒരു ഫാമിലി ബന്ധം പോലെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അവരെയൊന്നും കാണാനില്ല. അപ്പോൾ അതൊരു മനസ്സിന് വലിയ വിഷമമുള്ള കാര്യമാണ്. അവരുണ്ടായിരുന്നെങ്കിൽ എല്ലാ തലമുറയിലും പെട്ട കോമ്പിനേഷൻസുമായി മധുസാർ അങ്ങേയറ്റം അടുത്ത ബന്ധം പുലർത്തിയിട്ടുണ്ട്. അതുകൂടി പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാകുമല്ലോ. അതായത് സത്യൻ നസീർ കോമ്പിനേഷൻ, അതിനെ തുടർന്ന് ഇങ്ങോട്ട് മമ്മൂട്ടി മോഹൻലാൽ വരെയുള്ള കോമ്പിനേഷൻസ്, ഇങ്ങനെ വിവിധ തലമുറകളുമായിട്ടുള്ള മധുസാറിൻ്റെ ഈ ഒരു എക്സ്പോഷർ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഒരു ആത്മസമ്പർക്കം ഇപ്പോഴും തീർച്ചയായും മലയാള സിനിമയിലെ ആളുകളിപ്പോൾ സ്ഥാനത്തും അസ്ഥാനത്തും പ്രയോഗിക്കുന്ന ഒരു പദമാണ് ഈ കുലപതി, ഭീഷ്മാചാര്യർ എന്നൊക്കെയുള്ള പദങ്ങൾ. പക്ഷേ മധുസാറെ സംബന്ധിച്ചിടത്തോളം അത്തരം പദങ്ങളെല്ലാം വളരെയധികം അർത്ഥപൂർണമാണ്. ഈ തലമുറകൾക്കിടയിലുള്ള ഓർമ്മകൾ, അതോടൊപ്പം തന്നെ ഈ നായികമാരുടെ കൂട്ടത്തിൽ തന്നെ ഇവരൊക്കെ ഏറെക്കാലം നിലനിന്ന നായികമാരാണ്. പുതിയ തലമുറയിലെ നായികമാരുടെ കാര്യം പറയുക വേണ്ട, അപ്രധാനമായ നായികാവേഷങ്ങളാണ്. ഇപ്പോൾ ചില മാറ്റങ്ങൾ ഈ കഴിഞ്ഞ ഒരു 5-6 മാസക്കാലത്തിനിടയിൽ സംഭവിക്കുന്നു എന്നുള്ളത് മാറ്റിവെച്ചാൽ നായികമാരൊക്കെ വരുന്നു പോകുന്നു. ഇതൊക്കെ കണ്ട് മലയാള ചലച്ചിത്ര ചരിത്രത്തിൻ്റെ ഈ 80 വർഷത്തെ പൂമുഖത്ത് നിന്നുകൊണ്ട് 50 വർഷങ്ങൾ ഈ രംഗത്ത് പിന്നിട്ട ആചാര്യന് എന്താണ് പറയാനുള്ളത്? ഇതെല്ലാം ഈ ചേഞ്ചസ് എല്ലാം തന്നെ ഇവർ നേരത്തെ വന്ന ആർട്ടിസ്റ്റിൻ്റെ കാര്യമാണെങ്കിൽ അവർ ആർട്ടിസ്റ്റായിട്ട് വരുന്ന തന്നെ ആർട്ടിസ്റ്റായിട്ട് ജീവിക്കാനാണ്. ആ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറിയവരാണ് മിക്കവാറും സിനിമയിൽ വന്നിട്ടുള്ളത്. അത് ഡാൻസിൽ നിന്നാകട്ടെ, പാട്ടിൽ നിന്നാകട്ടെ, അല്ലെങ്കിൽ നാടകത്തിൽ നിന്നാകട്ടെ, സിനിമയിൽ വന്നപ്പോൾ ഇതാണ് എൻ്റെ ലൈഫ്, ഇതാണ് എൻ്റെ ചോറ് എന്നുള്ളൊരു ധാരണയിൽ വന്നതാണ്. ചോറ് അല്ലാതെ ഉണ്ടെങ്കിൽ തന്നെ ഇതാണ് എൻ്റെ ലൈഫ് എന്നുള്ള ആ വിശ്വാസത്തിൽ രംഗത്ത് നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണ് നേരത്തെ പറഞ്ഞ പേരുകളൊക്കെ. ഇപ്പോൾ കണ്ടു വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, വന്ന് കുറേ പടങ്ങളിൽ അഭിനയിച്ച് ഉടനെ ഒരു കല്യാണം കഴിച്ച് പോയി വേണമെങ്കിൽ കുറേ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം വീണ്ടും വന്ന് ജോയിൻ ചെയ്തൊന്നും ചെയ്തില്ലെങ്കിലും വരാം. അപ്പോൾ ഈ ലൈഫിൽ ഇതാണ് ഇതാണ് എൻ്റെ മൈ വർക്ക്. ഐ ആം ഡെസ്റ്റിൻഡ് ടു ഡു ദിസ്. എനിക്ക് ഒരു നടിയായി അല്ലെങ്കിൽ നടനായി, നടന്മാർക്ക് പിന്നെ ഉണ്ടെന്ന് തോന്നുന്നു, മറ്റവർക്ക് അതില്ലത് അങ്ങനെ ആയിരുന്നില്ലല്ലോ. ഇതുവരെയുള്ള അഭിനയ ജീവിതത്തിൽ അല്ലെങ്കിൽ സംവിധായകൻ എന്ന നിലയിൽ, നിർമ്മാതാവ് എന്ന നിലയിൽ ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് എനിക്ക് അത് ചെയ്യാൻ പറ്റിയില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് ആ സന്ദർഭം ഉണ്ടായില്ലല്ലോ എന്ന് തോന്നിയ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല സാർ. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ എന്തൊക്കെ ആവും എന്നുള്ള ചില സങ്കല്പങ്ങളുണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു 10 മടങ്ങായി ഞാൻ എന്തൊക്കെ മോഹിച്ചിരുന്നു. ഫ്രം ദി വെരി ബിഗിനിങ് എന്തൊക്കെ ചെയ്യണമെന്ന് ആലോചിച്ചിരുന്നു. ഈ ആകണമെന്ന് ആഗ്രഹിച്ചിരുന്നത് തന്നെ വളർന്ന് വികസിച്ചിട്ടുള്ള വന്നതിന് ശേഷമാണ്. വരാൻ നേരത്തെ ഇത്രയൊന്നും പ്ലാനില്ല. അപ്പോൾ വന്നു കഴിഞ്ഞ് ആയിക്കഴിയുമ്പോൾ അടുത്തതിലേക്ക് പോയിട്ടുള്ളതല്ലാതെ
എന്തെങ്കിലും ആയിട്ട് മോഹഭംഗം എന്നുള്ള ആഴ്ചയിലുണ്ടായിട്ടില്ല ഇന്നുവരെ. വോട്ടെവർ എന്തൊക്കെയാണ് ഞാൻ ആഗ്രഹിച്ചത്, എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിച്ചു അത് ചെയ്തു. ഈ കുറേ നാൾ ചെയ്യാമായിരുന്നല്ലോ, മതി, ഇത് ഇനിയിപ്പോൾ ഞാൻ ചെയ്തിട്ട് ആവശ്യമില്ല, അടുത്ത തലമുറയാക്കട്ടെ എന്ന് സത്യത്തിൽ തോന്നിയിട്ടാണ് ഇത് വേണ്ടത്. ഇറ്റ് ഈസ് നല്ല ഒരുമാതിരി ആയ കാലത്ത് ചെയ്യാന്നുള്ള കാലത്ത് ചെയ്യേണ്ട രീതിയിൽ ഒരു 2-3 തലമുറ സഹിക്കത്തക്ക രീതിയിൽ നമ്മൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്തു. പിന്നെ അവസാനം വരെ അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ അതിൽ അർത്ഥമില്ല. സോ ഐ എം സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് ഗോഡ് ഹാസ് ഗിവൺ മീ, വാട്ട് മൈ ലൈഫ് ഹാസ് ഗിവൺ മീ. ഇപ്പോൾ കിട്ടുന്നതെല്ലാം സത്യത്തിൽ ബോണസാണ്. മിമിക്രിയെ അനുകരിക്കാൻ തുടങ്ങി. ശരി. അത് കഴിഞ്ഞ് പിന്നെ മിമിക്രി ചെയ്തവനെ അനുകരിച്ചവനെ അനുകരിക്കുക, അതെല്ലാം പോട്ടെ. പക്ഷെ ഞാനിപ്പോൾ ഈ ഇതിരുന്നിട്ട് ആ മൂഡിലല്ല. ഞാനത് പറയുമ്പോൾ ആ മൂഡിലായിരുന്നു. എന്നിട്ട് അത് പടമായിട്ട് വരാൻ നേരത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭന്മാരായിട്ടുള്ള ടെക്നീഷ്യൻസും അതിൻ്റെ അകത്ത് ആർട്ടിസ്റ്റിന് ആ കൂടെ ചോട്ട ഞാൻ മാത്രമേ ഉള്ളൂ.